നമസ്കാരം രാഘുശ്രീയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇതേപോലെ മുഖത്തൊക്കെ മാസ്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അല്ലേ. ഓട്ടോ ട്രാക്കിംഗ് ഒക്കെ ഇട്ട് കണ്ടോ, ഞാൻ ബാക്കോട്ടേക്കും മുന്നോട്ടേക്കും പോലെ അതുപോലെ അതിൻ്റെ ഫേഷ്യൽ എക്സ്പ്രഷൻസ് മാറുന്ന സമയത്ത് കണ്ടോ ഇതേപോലെ ഒരു മാസ്കിൻ്റെ എക്സ്പ്രഷനും മാറും. ഇപ്പോൾ ഇവിടെ ഞാൻ ഈ പുലിയുടെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ആളുകളുടെ സിനിമാ നടന്മാരുടെയോ അങ്ങനെ ആരുടെയൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം മക്കൾ കച്ചവടം ഉണ്ടാക്കിയിട്ട് അവരുടെ ഒന്ന് ചെയ്ത് നോക്കിയാണ് കണ്ടോ. ഈ രണ്ടാമത്തെ കുട്ടിക്ക് കറക്റ്റായിട്ട് ടൈഗർ എന്ന് പറയാൻ കിട്ടില്ല, ഇപ്പോൾ പറയും, കുറച്ച് മുന്നേ ഒന്നും പറയില്ല. അപ്പോൾ അവൾ എന്താ പറയുക, താങ്കൾ. ഇപ്പോൾ അധികം താങ്കൾ താങ്കൾ എന്ന് പറയുമ്പോൾ ഞങ്ങളായിരിക്കും ബഹുമാനം കൊണ്ട് പറയാം. സംഭവം എന്താ അറിയോ, ഈ ടൈഗറിനാണ് ഇവൾ താങ്കൾ താങ്കൾ എന്ന് പറയും. നല്ല പേരില്ലേ താങ്കൾ. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നിങ്ങൾക്ക് സിനിമാ നടന്മാരുടെ ഫേസ് ഇതുപോലെ, അതേപോലെ ഈ ജോക്കർ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ണൊക്കെ അതിനുള്ള ചിമ്മെന്നൊക്കെ ആയിട്ട് കാണാൻ പറ്റും. അതുപോലെ ഫേസിൽ ലിപ്പ് ഒന്ന് കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ വായ തുറക്കുന്ന സമയത്ത് അവിടെ പല്ലൊക്കെ കാണാൻ സാധിക്കും, നാവൊക്കെ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ വേണമെങ്കിൽ കറക്റ്റായിട്ട് മോർഫ് ചെയ്തെടുക്കുക. പക്ഷേ അതൊക്കെ ഇല്ലീഗലാണോ എന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് കാണിക്കാത്ത കേട്ടോ. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അത് ശ്രദ്ധിക്കുക, മാക്സിമം മിസ്യൂട്ടിലൈസ് ചെയ്യരുത്, നല്ലപോലെ ഉപയോഗിക്കുക കേട്ടോ. ഇതൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാൻ ഇങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഓക്കെ, നെടുമുടി സാറിനെ ഞാൻ ഒന്ന് ചെയ്ത് നോക്കി. കാര്യം ഇന്ത്യൻ ഫിലിമിൻ്റെ അകത്ത് AI ടൂൾ ഉപയോഗിച്ചുകൊണ്ട് നെടുമുടി വേണു സാറിനെ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ശങ്കർ ഭയങ്കര സംഭവം തന്നെയാണ്. ഈ ഒരു ടെക്നോളജി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഫിലിമിലേക്ക് വരേണ്ട കാര്യങ്ങളാണ്. മരിച്ചു പോയവരെ അങ്ങനെ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത അതുല്യ പ്രതിഭകളൊക്കെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റും. പിന്നെ എന്താ പറയുക, ഇതും ഞാനൊന്ന് ചെയ്ത് നോക്കിട്ടോ. ഈ ഫേസ് കറക്റ്റായിട്ട് വർക്കാവുന്നുണ്ട്. സംസാരിക്കുന്ന ഒരു വീഡിയോ ക്ലിപ്പാണ്, കറക്റ്റ് മാസ്ക് ചെയ്ത് നമ്മുടെ ഫേസിൽ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം ഓക്കെയാണ്. ഞാൻ ഒന്നും കൂടി പറയാണ്, യൂട്ടിലൈസ് ചെയ്യരുത്. നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ ഉപയോഗിക്കുക കേട്ടോ. അതിന് ജയിലിൽ പോകേണ്ട ശിക്ഷകൾ വരെ കിട്ടുന്ന പ്രശ്നങ്ങളൊക്കെ ഇതിലുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം ഈ ഒരു മാസ്കിങ് മാത്രമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ബാക്കി നിങ്ങൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യാം. അതിൻ്റെ റിസ്ക്കും നിങ്ങൾ തന്നെ ഏറ്റെടുത്തോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിലേക്ക് ആദ്യം തന്നെ ഒരു ഫുഡിന് ആഡ് ചെയ്യാണ്. ജസ്റ്റ് ഇവിടേക്ക് ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ചെയ്തു. വേണ്ടാത്ത ഭാഗം വേണ്ട ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാമല്ലോ അല്ലേ. അപ്പോൾ വേണ്ടാത്ത ഭാഗങ്ങളൊന്ന് കട്ട് ചെയ്ത് നേരെ ഫ്യൂഷൻ്റെ അകത്തേക്ക് പോവുകയാണ്. ഫ്യൂഷൻ്റെ അകത്ത് വന്നാൽ നമ്മുടെ ഈ ഒരു ക്ലിപ്പും ഒരു ഔട്ടും മാത്രമേ ഉണ്ടാവുള്ളൂ അല്ലേ. ഒട്ടും ഫ്യൂഷൻ അറിയാത്തവരാണെങ്കിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇതിന് നമുക്ക് റീനെയിം ചെയ്യണമെങ്കിൽ F2 അടിച്ചിട്ട് ഞാനിവിടെ റീനെയിം ചെയ്യാണ്. മീ എന്നുള്ളൊരു പേര് കൊടുത്തിട്ട് ഓക്കെ. ഇനി എനിക്ക് ഇതിൻ്റെ അകത്ത് ഒരു ട്രാക്കർ ആഡ് ചെയ്യണം, കാരണം എൻ്റെ ഫേസ് ട്രാക്ക് ചെയ്തിട്ട് വേണം മാസ്കിനെ ആഡ് ചെയ്യാൻ. അപ്പോൾ ഞാൻ മീലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ്, വിൻഡോസിലാകുമ്പോൾ കൺട്രോൾ സ്പേസ് ആയിരിക്കും, അവിടെ സർഫേസ് എന്ന് അടിച്ചു കഴിഞ്ഞാൽ സർഫേസ് ട്രാക്കർ എന്ന് പറഞ്ഞൊരു ട്രാക്കർ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ അല്ലേ, ആ ട്രാക്കറിന് ജസ്റ്റ് ആഡ് ചെയ്യാം. പൈപ്പ് ലൈൻസ് ഇപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ അല്ല, ക്രോസിനാണ് വരുന്നത്, ഇങ്ങനെ അറേഞ്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഓപ്ഷൻസ് ഇല്ല, അതിൽ പോയി കഴിഞ്ഞാൽ ഓർത്തോഗണൽ പൈപ്പ്സ് എന്നാക്കിയാൽ മതി. ഇവിടെ ഡയറക്റ്റ് പൈപ്പ് ആണെങ്കിൽ ഓർത്തോഗണൽ ആക്കിയാൽ ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഫേസിന് എനിക്കൊന്ന് ട്രാക്ക് ചെയ്യണം അല്ലേ. സിമ്പിളാണ്. നേരെ ഇൻസ്പെക്ടറിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ ബോൺസ് കാണാൻ പറ്റും അല്ലേ, അതിലാണെന്ന് കൺഫേം ആക്കുക. അത് തന്നെ ഉണ്ടാവുള്ളൂ, വേറെ മാറ്റമൊന്നും ഉണ്ടാവില്ല. അപ്പം നമ്മുടെ ഫേസ് ആ ടൈഗറിൻ്റെ ഇതിലൂടെ വരണോ അത്രയും ഏരിയ, ടൈഗർ ഇതിലൂടെ ഒക്കെ വരണം എന്നുണ്ടെങ്കിൽ അങ്ങനെ എങ്ങനെയാണോ നമുക്ക് മാസ്ക് ചെയ്തെടുക്കേണ്ടത് ആ ഭാഗങ്ങൾ ഇങ്ങനെ മാസ്ക് ചെയ്തെടുക്കുക. ഓക്കെ അല്ലേ, മാക്സിമം പോയിൻറ്റ്സ് ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആക്യുറേറ്റ് ആയിട്ടുള്ള പോയിൻറ്റുകൾ കിട്ടും. ഇങ്ങനെ ചെമ്പായി പോകാതെ ഇതിൻ്റെ മുകളിൽ തന്നെയാണ് പിന്നെയും പോയിൻറ്റ്സ് ആഡ് ചെയ്യുന്നത് കണ്ടോ. ഇവിടെയൊക്കെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പ്ലസ് ബട്ടണിന് കാണാൻ പറ്റും, അതിലൊക്കെ പോയിൻറ്റുകൾ ആഡ് ആയിട്ടോ. അപ്പോൾ മാക്സിമം പോയിൻറ്റുകൾ ആഡ് ചെയ്തു. പുറം ഭാഗങ്ങൾ അധികം കൊടുക്കാതെ നോക്കണേ. അപ്പോൾ ഞാൻ എടുത്ത നേരം മെഷിൻ്റെ അകത്ത് പോയേ. മെഷിൻ്റെ അകത്ത് കണ്ടോ മെഷായിട്ട് മാറിയില്ല, ഇത്രയും സെലക്റ്റഡ് ആയി. ഇതിൽ ഇതിൻ്റെ അകത്ത് ഞാൻ പോയിൻ്റ് നമ്പർ ലിമിറ്റ് മാക്സിമം ആക്കുന്നു, അതേപോലെ മിനിമം പോയിൻറ്റ്സ് മിനിമം താഴേക്ക് വലിച്ചു കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജനറേറ്റ് മെഷ് കൊടുത്തു. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ പുതിയ പോയിൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. മാക്സിമം ആക്യുറേറ്റ് ആയിട്ട് ഈ പോയിൻറ്റിലൊക്കെ ഇങ്ങനെ ചെറിയ മുഖത്തിൻ്റെ എക്സ്പ്രഷനൊക്കെ കിട്ടണമെങ്കിൽ ഇവിടെ ഇങ്ങനെ പോയിൻറ്റുകൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇനി ട്രാക്കിൻ്റെ അകത്ത് വരിക. അടുത്ത ഓപ്ഷൻ ട്രാക്കാണ് അല്ലേ. ട്രാക്കിൻ്റെ അകത്ത് ക്വാളിറ്റി ഉണ്ടാവും, ഫാസ്റ്റർ ആണെങ്കിൽ ബെറ്റർ ആക്കുക. ഇവിടെ നമുക്ക് ഫോർവേഡ് ബാക്ക്വേഡ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ആരോ മാർക്ക് കാണാം, മുന്നോട്ടും ബാക്കോട്ടേക്കും ആരോ. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ട്രാക്കിംഗ് തുടങ്ങും കേട്ടോ. ഇത്തിരി ടൈം എടുക്കും, നിങ്ങളുടെ എത്ര വീഡിയോ ലെങ്ത്തിനനുസരിച്ചും അതുപോലെ നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ്, റാമിൻ്റെയും ഗ്രാഫിക്സ് കാർഡിൻ്റെയും പ്രോസറിൻ്റെ ഒക്കെ സ്പീഡിനനുസരിച്ച് സ്പീഡിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ചിലപ്പോൾ സ്പീഡിൽ ട്രാക്ക് ആവും, ഇത്തിരി സ്ലോ ആണെങ്കിൽ, ചെറിയ കമ്പ്യൂട്ടറൊക്കെ ആണെങ്കിൽ ഇത്തിരി സ്ലോ ആയിട്ട് ട്രാക്ക് ആവും. ഓക്കെ, നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ട്രാക്കിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ആ ടൈഗറിൻ്റെ മാസ്ക് ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ ഞാനിത് ഫോട്ടോഷോപ്പിൻ്റെ അകത്ത്, നിങ്ങൾക്ക് ഫോട്ടോഷോപ്പൊക്കെ അത്യാവശ്യം അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ PNG ഇമേജ് ആയിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക കേട്ടോ. ഫോട്ടോ ഈ ഒരു ഫോട്ടോ ആണെന്ന് തോന്നുന്നു, നോക്കട്ടെ. ഇപ്പോൾ ഇതിനെ ഡ്രാഗ് ചെയ്ത് എവിടെ കിട്ടുമെങ്കിൽ അതെ ഈ ഒരു ഫോട്ടോ ആണ്. ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടൊക്കെ റിമൂവ് ചെയ്തെടുക്കാം, ഇല്ലെങ്കിൽ PNG ഇമേജ് എന്ന് പറഞ്ഞ് നെറ്റിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഇമേജ് കിട്ടും കേട്ടോ. ഓക്കെ, ഈ ഒരു മീഡിയനെ, അതായത് ഈ ഒരു മാസ്കിനെ നമുക്ക് ഇവിടേക്ക് എടുത്ത് ഈ ഒരു പച്ച കണക്ടർ കണ്ടോ, സർഫേസ് ട്രാക്കർ എന്നുള്ള
ഈ നോഡിൻ്റെ പച്ച കണക്ടറിലേക്ക് കണക്ട് ചെയ്യാം കേട്ടോ, നീലയിൽ കണക്ട് ചെയ്യില്ലേ. ഇപ്പോൾ കണ്ടോ ഈ ഒരു റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ മാറിയാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മീഡിയയിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു നോഡ് കണ്ടോ, ട്രാൻസ്ഫോം എന്നുള്ള നോഡാണ്. അതിനെ ജസ്റ്റ് ഡ്രാഗ് ചെയ്ത് ഇവിടേക്ക് കണക്ട് ചെയ്യാം. ഓക്കെ, ട്രാൻസ്ഫോം നോഡ് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇതേപോലെ ഹൈറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും അതുപോലെ സ്കെയില് ചെയ്യാനും പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും കേട്ടോ. ഓക്കെ, ഇപ്പോൾ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടുന്ന് സ്കെയിലും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പോവാണ്. ജസ്റ്റ് ഞാൻ സ്പീഡ് പറഞ്ഞു കേട്ടോ, നിങ്ങൾ ഇത് ട്യൂട്ടോറിയലായിട്ട് കണ്ടിട്ട് ഒരു വർക്കല്ലാത്ത രീതിയിലായതുകൊണ്ടാണ് ഇത്ര സ്പീഡ് പോകുന്നത്. വർക്കായിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് വൃത്തിയിൽ മാക്സിമം ട്രാക്കിങ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊള്ളുന്ന രീതിയിലൊക്കെ ചെയ്ത് വൃത്തിയാക്കുക കേട്ടോ. ഓക്കെ, ഇങ്ങനെ വെച്ചു കേട്ടോ. തൽക്കാലം ഞാൻ ഇങ്ങനെ വെക്കുകയാണ്, നിങ്ങളിത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത് അറിയാം, ഇത്തിരി ഒപ്പാസിറ്റി കുറയ്ക്കണം അല്ലേ. ഒപ്പാസിറ്റി കുറയ്ക്കാൻ വേണ്ടി ഇവിടെ ഒരു നോഡ് കണ്ടോ, ഇതാണ് ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് എന്ന നോഡ്. ഇതിനെ ഡ്രാഗ് ചെയ്തിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ എ ചാനലിൽ, അതായത് ആൽഫ ചാനൽ, ഇതാണ് ബ്രൈറ്റ്നസ് വരുന്നത് കേട്ടോ. ഈ ആൽഫ ചാനൽ ഒന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഗെയിൻ ഇത്തിരി വേഗോട്ടേക്ക് കുറയ്ക്കുക. അതിന് നമുക്ക് ആവശ്യത്തിന് സെറ്റാക്കി വെക്കുക. ഓക്കെ, ഇനി അതൊന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. നമുക്ക് ഇവിടേക്ക് വരാം. കണ്ണൊക്കെ അവിടെ ഓവറായിട്ട് ചുരുങ്ങിപ്പോയില്ലേ. അപ്പോൾ ഓവറായിട്ട് എക്സ്പ്രഷൻ കൊടുക്കാതിരിക്കുക. അപ്പം ഇവിടെയൊക്കെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇതിൽ ഞാൻ കണ്ണൊക്കെ ചിമ്മുന്ന സമയത്ത് കണ്ണിൻ്റെ ഒരു വേരിയേഷൻ കണ്ടോ. ഞാനത് വലുതായിട്ട് തന്നെ കാണിച്ചു തരാം. കണ്ണൊക്കെ കറക്റ്റായിട്ട് അവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ കണ്ണുണ്ടോ, കണ്ണ് വരെ ഇതിൻ്റെ അകത്ത് ട്രാക്ക് ആകുന്നുണ്ട് കണ്ടോ. അതിൻ്റെ തൊട്ട് മുന്നിലുള്ള പാർട്ട് കണ്ണിന് നേരെ വന്നുകൊണ്ട് കണ്ണ് ഒക്കെ കറക്റ്റായിട്ട് ഇങ്ങനെ വർക്കൗട്ട് ആവും. ഇനിയിപ്പോൾ എന്താ, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് റിമൂവ് ചെയ്ത് വേറെ ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്താൽ മതി. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്നുകൂടെ ഫോളോ ചെയ്ത് പോയാൽ മതി കേട്ടോ. സിമ്പിളാണ്, കാണിച്ചു തരാം. അപ്പോൾ ഇത് ഗ്രീൻ സ്ക്രീൻ ആയതുകൊണ്ട് നമുക്ക് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്ത് ഒരു മാസ്കും ഇവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, അതിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജിന് ഞാൻ അതിന് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാം. മീഡിയ പൂൾ ഒന്ന് ഓൺ ചെയ്തു. ഈ ഒരു വീഡിയോ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ആഡ് ചെയ്ത ഈ ഒരു വീഡിയോ എന്നുള്ളൊരു വീഡിയോക്ക് 1080 1080 HD റെസൊല്യൂഷൻ ആണല്ലേ. അപ്പോൾ ഇതിനെ ഒന്ന് ഡ്രാഗ് ചെയ്ത് ഞാൻ ഫസ്റ്റ് കോളത്തിലേക്ക് ഇടുകയാണ്. ഫസ്റ്റ് വ്യൂവറിലേക്ക് ഇടുമ്പോൾ ഇതിൻ്റെ റെസൊല്യൂഷൻ വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ തന്നെ എനിക്ക് കിട്ടി കഴിഞ്ഞാൽ മുന്നോട്ടേക്ക് ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് കറക്റ്റായിട്ട് വർക്ക് ആവുള്ളൂ. കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ബേസിക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഒന്ന് പറഞ്ഞു തരാണ് തെറ്റേത് കേട്ടോ. അപ്പോൾ അതിനെന്താ ചെയ്യേണ്ടത്, ഷിഫ്റ്റ് സ്പേസ്, വിൻഡോസിലാണെങ്കിൽ കൺട്രോൾ സ്പേസ് എന്തോ അവിടേക്ക് എന്താ ആഡ് ചെയ്യേണ്ടത്, റീസൈസ് എന്ന് പറഞ്ഞ നോഡുണ്ട്. റീസൈസ് എന്ന് പറഞ്ഞ നോഡ് ആഡ് ചെയ്യുക. അത് നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ, എന്തിനാണ് നമ്മുടെ റെസൊല്യൂഷൻ മാറ്റാനുള്ള നോഡാണ്. ഇപ്പം നമുക്ക് ഇവിടേക്ക് ആഡ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിന് റെസൊല്യൂഷൻ മാറിയായിട്ട് കാണാൻ പറ്റും കേട്ടോ. 1020 1080 റെസൊല്യൂഷനിലേക്ക് മാറി. ഒന്ന് പരന്നൂല്ലേ, അത് കാര്യമാക്കണ്ട. നമ്മൾ മാക്സിമം ആഡ് ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള 1080 HD റെസൊല്യൂഷനുള്ള ബാക്ക്ഗ്രൗണ്ട് തന്നെ ആഡ് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകണേ അറിയാം, ഇവനെ ഞാൻ ഈ ഒരു കണക്ടറിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അതായത് സർഫേസ് ലാസ്റ്റ് കണക്ട് ആയിരിക്കുന്ന മീഡിയ ഔട്ടിലേക്ക് ലാസ്റ്റ് കണക്ട് ആയിരിക്കുന്ന ആ നോഡിലേക്ക് കണക്ട് ചെയ്യാൻ പോവുകയാണ്. ആ പൈപ്പിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മെർജ് കിട്ടും. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ നിന്ന് റീനെയിം ചെയ്യട്ടെ, F2 BG അല്ലേ. ബാക്ക്ഗ്രൗണ്ട് പച്ച കണക്ടറിലാണ് കണക്ട് ആയതെങ്കിൽ അത് ഫോർഗ്രൗണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുക കേട്ടോ. ഇവിടെ മഞ്ഞ കണക്ട് ആയതായിരിക്കും ബാക്ക്ഗ്രൗണ്ട്. അതുകൊണ്ടാണ് ഇവിടെ വീഡിയോ കാണാത്ത കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഒരു മെർജിൽ ക്ലിക്ക് ചെയ്യുക, സ്വാപ്പ് ചെയ്താൽ മതി കേട്ടോ. സ്വാപ്പ് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ബാക്ക്ഗ്രൗണ്ട് തന്നെ പോയി ഫോർഗ്രൗണ്ടിൽ വന്നു. ഇനി നമുക്ക് ഗ്രീൻ സ്ക്രീൻ റിമൂവ് ചെയ്യണം അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സർഫേസ് ട്രാക്കർ കൊടുത്തിട്ടുണ്ടല്ലോ, ഈ ബാക്ക്ഗ്രൗണ്ടിനെ അങ്ങോട്ടേക്ക് മാറ്റിക്കുകയാണ്. അവർ ലാസ്റ്റ് അവിടെ തന്നെ നിൽക്കട്ടെ. ഈ സർഫേസ് ട്രാക്കറിലൊന്ന് ക്ലിക്ക് ചെയ്ത ശേഷം ഷിഫ്റ്റ് സ്പേസ് മെനു ഓൺ ആക്കിയ ശേഷം ഇവിടെ 3D കീർ അല്ലെ ഡെൽറ്റ കീർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കീർ. ഞാനിപ്പോൾ ഇവിടെ 3D കീറാണ് ആഡ് ചെയ്യുന്നത്. 3D കീർ ഇങ്ങനെ വരയ്ക്കണം അല്ലേ. ഇവിടെ 3D കീർ ഇങ്ങനെയാണ് ആക്റ്റ് ആകുന്നത്. ഇനി അതിന് പകരം നമ്മൾ ഡെൽറ്റ കീറോ അൾട്രാ കീറൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡെൽറ്റ കീർ ആണെങ്കിൽ ഇതാ ഈ ഒരു പച്ച ഇവിടുന്ന് കൂടെ വലിച്ചു കഴിഞ്ഞാൽ പച്ച ഒക്കെ റിമൂവ് ആവും കണ്ടോ. സിമ്പിൾ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കീർ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഡെൽറ്റ കീർ ഞാൻ ആഡ് ചെയ്തു. ഡെൽറ്റ കീറിൻ്റെ അത് ഡെസ്പിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലേ, അത് മുന്നോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബാക്കി പച്ച ഭാഗങ്ങളൊക്കെ സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ അങ്ങ് പോയിക്കോളും. ഇനി എനിക്കൊരു മാസ്ക് വേണം അല്ലേ. അപ്പോൾ മാസ്ക് ആഡ് ചെയ്യണമെങ്കിൽ ഒരു മെർജ് നോഡ് വേണം. അപ്പോൾ ഈ ഒരു മെർജ് നോഡിൻ്റെ അകത്ത് വേണമെങ്കിൽ എനിക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ ഒരു മെർജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഏതാണ് ബാക്ക്ഗ്രൗണ്ട് വന്ന് കണക്റ്റായ ആ ഒരു മെർജിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ ഒരു ഐക്കൺ കണ്ടോ, പോളിഗൺ എന്ന് പറഞ്ഞാൽ ഈ ഒരു പോളിഗണിനെ ഇവിടേക്ക് ആഡ് ചെയ്യുക. ഇത് പോളിഗൺ മാസ്ക് ആണ് കേട്ടോ. ആ മാസ്കിന് നമുക്ക് പോളിഗണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ വരയ്ക്കാൻ പറ്റും കണ്ടോ. അപ്പോൾ ആ സ്പീക്കറുള്ള ആ ഭാഗങ്ങളൊക്കെ എനിക്കൊന്ന് ഒഴിവാക്കി കിട്ടണം അല്ലേ. അതുപോലെ ഇവിടെ മേശയുണ്ട്, ഓടക്കുഴലുണ്ട്, ജലദോഷമാണ്, മൂക്കിൽ ഒറ്റിക്കുന്ന സാധനമുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ എനിക്കെന്നും ജലദോഷമാണെന്ന്. സത്യം പറഞ്ഞാൽ തോന്നെ ജലദോഷമുള്ള സമയങ്ങളിലാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എല്ലാ സമയത്ത് ഞാൻ വേറെ എന്തെങ്കിലും പണിക്ക് പോകും. അതാണ് സംഭവം ഉണ്ടാവുന്നത്. ഓക്കെ,
ഇനി അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ആയില്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഫിറ്റ് കൊടുക്കാം. ഒന്ന് പ്ലേ ചെയ്ത് നോക്കിയേ. അപ്പോൾ ഇതേപോലെ നമുക്ക് കുട്ടികളൊക്കെ വെച്ച് കാർട്ടൂണൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ചെറിയ ചെറിയ ഈ കുട്ടികളുടെ വീഡിയോസൊക്കെ കണ്ടില്ലേ, കുട്ടികൾ മാസ്ക് ഇട്ടിട്ട് അഭിനയിക്കുന്നത്. അതിന് വരെ മാസ്ക് ഉണ്ട്, വെറുതെ അഭിനയിപ്പിച്ച് ഇതേപോലെ മാസ്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അവരെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഇല്ലുസ്ട്രേറ്ററൊക്കെ വരയ്ക്കുക, അല്ലെങ്കിൽ നല്ല ആനിമേഷൻ ഫോട്ടോസൊക്കെ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാൻ കിട്ടും. അങ്ങനത്തെ സാധനങ്ങളൊക്കെ ബാക്കിൽ കാർഡൊക്കെ ആഡ് ചെയ്തിട്ട് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും അല്ലേ. അപ്പോൾ ഇത് തന്നെയാണ് നമ്മുടെ എല്ലാ മെത്തേഡുകളും വരുന്നത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.